ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്കിവിടെ ഒരു അരിയട ഉണ്ടാക്കാം. അത് പുഴുങ്ങിയെടുക്കുന്ന അടയാണ്. നമ്മൾ ശർക്കരയും തേങ്ങയൊക്കെ വെച്ച് ഫില്ല് ചെയ്ത് പുഴുങ്ങിയെടുക്കുന്ന. അതിന് വേണ്ടിയിട്ട് നമ്മൾ വറുത്ത അരിപ്പൊടി തിളച്ച വെള്ളത്തിൽ ഉപ്പും ചേർത്ത് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ വാഴയില വാട്ടി അതിനകത്ത് വെച്ച് പരത്തിയെടുക്കാം. പരത്തിയെടുത്തിട്ട് നമുക്ക് തേങ്ങയും ശർക്കരയും ഇതിന് ഫില്ല് ചെയ്ത് നമ്മൾ മടക്കി ആവിയിൽ പുഴുങ്ങിയാണ് എടുക്കുന്നത്. ഇഡലി പാത്രത്തിൽ വെച്ച് നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഇത് ചുട്ടുമെടുക്കും. നമുക്ക് ദോശക്കല്ലിൽ വെച്ച് ചുട്ടുമെടുക്കാം. ഇത് പുഴുങ്ങിയെടുക്കുന്നതാണ്. അപ്പം നമുക്കിതെങ്ങനെ ചെയ്ത് നോക്കാം. നമുക്ക് ഓരോ ഇലയിലും മാവ് നല്ലപോലെ പരത്തി ലൈറ്റായിട്ട് പരത്തിയെടുക്കണം. എടുത്തിട്ട് ശർക്കരയും തേങ്ങയും ഉള്ള മിശ്രിതം അതിൽ അകത്ത് വെച്ചിട്ട് മടക്കിയെടുക്കാം. മടക്കിയെടുത്തിട്ട് നമുക്ക് ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ആഹാരമാണ്. നമുക്ക് ഈ വൈകുന്നേരങ്ങളിലും കഴിക്കാനെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിനും ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. ഈ എളുപ്പവുമാണ്. നമുക്ക് അരിപ്പൊടിയൊക്കെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നത് കൊണ്ട് അത് പ്രത്യേക സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഒരു 10 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുത്താൽ മതിയാവും. അപ്പം നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റായിട്ടാണ്, നല്ല ടേസ്റ്റുമാണ്. ചിലർക്ക് വേണമെങ്കിൽ നമുക്ക് ഏലക്ക വേണമെങ്കിൽ ചേർക്കാം. ഇതിൽ ഏലക്ക ചേർത്തിട്ടില്ല. ഇത് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.